നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. സംഭവം വലിയ വാർത്തയും വിവാദവും ഒക്കെ ആയതോടെ ട്രോളുകളും മീമുകളും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരിക്കുകയാണ്. ഇതിനിടെ സൈബർ ലോകമാകെ തേടുന്നത് തിരുവനന്തപുരം സബ് കളക്ടർ ആരാണെന്നാണ്. ഈ സുന്ദരൻ കളക്ടർ ആരാണെന്ന ചോദ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ എല്ലാം റീലുകൾക്ക് താഴെ കമന്റുകളായി നിറയാനും തുടങ്ങിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം സന്ദർശിക്കാൻ എത്തിയ സബ് കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ സബ് കളക്ടറുടെ പേരും വിവരങ്ങളും തിരക്കി ആരാധകരെത്തിയത്. OV ആൽഫ്രഡ് എന്നാണ് തിരുവനന്തപുരം സബ് കളക്ടറുടെ പേര്. ഗോപൻ സ്വാമിയുടെ വാർത്തകൾക്ക് താഴെ കമന്റുകളുമായി എത്തുന്നവരിൽ ഏറെയും ആൽഫ്രഡിന്റെ ഇൻസ്റ്റഗ്രാം ID തിരഞ്ഞെത്തുന്നവരാണ്. കണ്ണൂർ സ്വദേശിയായ OV ആൽഫ്രഡ് 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. നിലവിൽ തിരുവനന്തപുരം സബ് കളക്ടറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായി സേവനമനുഷ്ഠിക്കുകയാണ്. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ, തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 2017 ബാംഗ്ലൂരു ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി. ഡൽഹിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു. ബിരുദ പഠനകാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ആൽഫ്രഡ് ചിന്തിക്കുന്നത്. ആദ്യവട്ടം മെയിൻസിൽ തോൽവി നേരിട്ടെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ചു. ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്നു. എന്നാൽ സിവിൽ സർവീസ് സ്വപ്നം ഉപേക്ഷിക്കാൻ ആൽഫ്രഡ് തയ്യാറായില്ല. മൂന്നാം ശ്രമത്തിൽ സിവിൽ സർവീസ് നേടി. 2022 57ലേക്ക് ഉയർത്തിയാണ് ആൽഫ്രഡ് തന്റെ നിശ്ചയദാർഢ്യം തെളിയിച്ചത്. സിവിൽ സർവീസ് പഠനകാലത്ത് ദിവസത്തിൽ 6-7 മണിക്കൂർ കൂടുതൽ പഠനത്തിനായി മാറ്റിവെച്ചിട്ടില്ല. സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ സമയം കണ്ടെത്തിയിരുന്നു. പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിച്ചു. 2024 സെപ്റ്റംബർ 9 തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റു. നെയ്യാറ്റിൻകര ദുരൂഹ സാഹചര്യത്തിൽ സമാധിയായ മണിയൻ എന്ന ഗോപൻ സ്വാമി മരിച്ചോ, മരിച്ചെങ്കിൽ എങ്ങനെയെന്ന് കണ്ടെത്താൻ വിവാദ കല്ലറ പോലീസ് സാന്നിധ്യത്തിൽ തുറന്നിരിക്കുകയാണ്. കല്ലറയ്ക്കകത്ത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കോടതി ഇടപെടലിന്റെ തുടർച്ചയായാണ് ഇന്ന് പുലർച്ചെ തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. പോലീസ്, ഫോറൻസിക് സർജൻമാർ, ആംബുലൻസ്, പരാതിക്കാരൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കല്ലറ തുറന്നത്. ഗോപന്റെ ഭാര്യയും മക്കളും സമീപത്തെ വീട്ടിലുണ്ടെങ്കിലും പുറത്തിറങ്ങിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി സമാധി സ്ഥലത്ത് മകൻ രാജസേനൻ പൂജ നടത്തിയിരുന്നു. കല്ലറ പൊളിക്കുന്നത് തടയാൻ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് തിരിച്ചടിയായിരുന്നു. കോടതി നിർദ്ദേശം അന്വേഷണം തുടരാനുള്ള അനുമതിയായി പരിഗണിച്ച് ജില്ലാ ഭരണകൂടം മുന്നോട്ടു പോവുകയായിരുന്നു.